നമസ്കാരം. കഴിഞ്ഞയാഴ്ച കാസർഗോഡ് പോയപ്പോൾ പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഇരകളായ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും വീട്ടിൽ പോയി. അവരുടെ അച്ഛനമ്മമാരുടെ അഭിമുഖം ചിത്രീകരിക്കാനാണ് ഞാൻ അവിടെ പോയത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം. ഒരുപക്ഷെ ഞാൻ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ടാവാം എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇവിടെ കാസർഗോഡ് പെരിയയിൽ കല്ലിയോട് എന്ന ചെറിയ ഗ്രാമം, അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചില പഴയ സത്യനന്ദിക്കാടിൻ്റെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഗ്രാമം, വിദ്യാരംഭം പോലെയുള്ള സിനിമയിൽ കാണുന്നത് പോലെയുള്ള ഒരു ഗ്രാമം. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത്, ഞാൻ ആ കൃപേഷിൻ്റെയും ശരത്തിൻ്റെയും വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ തന്നെ രണ്ട് പോലീസ് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. അതിനുശേഷം ആദ്യം ശരത് ലാലിൻ്റെ വീട്ടിൽ ചെന്നു. ശരത് ലാലിൻ്റെ അച്ഛനുമായി കുറേ നേരം സംസാരിച്ചു. പിന്നീട് കൃപേഷിൻ്റെ അച്ഛനുമായും അമ്മയുമായും ഒക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ അവരോട് അത്ഭുതത്തോടു കൂടി ചോദിച്ചൊരു ചോദ്യം, ഈ കൃപേഷും ശരത് ലാലും കൊല്ലപ്പെടുമ്പോൾ ശരത് ലാലിന് 24 വയസ്സും കൃപേഷിന് 19 വയസ്സും മാത്രമായിരുന്നു പ്രായം. ഈ ചെറിയ ചെറുപ്പക്കാരോട് CPM-കാർക്ക് ഇത്രയധികം വിരോധം തോന്നാനുള്ള കാരണം എന്തായിരുന്നു എന്നാണ് ഞാൻ അവരോട് ചോദിച്ചത്. അവർ പറഞ്ഞൊരു ഉത്തരം, ഈ രണ്ട് ചെറുപ്പക്കാരും അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. കലാപരിപാടികളിലും കായിക പരിപാടികളിലുമൊക്കെ ആളുകളെ സംഘടിപ്പിക്കാനും അവിടെ അതിലൊക്കെ പങ്കെടുക്കാനും അതിൽ സമ്മാനങ്ങൾ കൊടുക്കാനും സമ്മാനങ്ങൾ നേടാനും ഒക്കെ അവർ വലിയ ഉത്സാഹം കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും, സാധാരണക്കാരായ രാഷ്ട്രീയ CPM ആഭിമുഖ്യമുള്ളവർക്ക് പോലും ഇവരോട് വലിയ ഇഷ്ടമായിരുന്നു. ഇത് CPM-കാരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. എങ്ങനെയും ഈ ചെറുപ്പക്കാരെ വകവരുത്തണം. കാരണം ഈ ചെറുപ്പക്കാർക്ക് ഇത്രയധികം ജനപ്രീതി ഉണ്ടായാൽ തങ്ങളുടെ പാർട്ടിയിലേക്ക് വരാനുള്ള ചെറുപ്പക്കാർ പോലും അവരോടൊപ്പം പോകുമോ എന്ന് ഈ CPM-കാർ ഭയപ്പെട്ടു. അങ്ങനെ ഭയപ്പെട്ടതിൻ്റെ ഒടുവിലാണ് ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്താനുള്ള ഒരു പദ്ധതി അവർ ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ ഈ ശരത് ലാലിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന രണ്ടുപേരെയും വെട്ടിവീഴ്ത്തി കൊലപ്പെടുത്തി. ഒരു വീട്ടിലെ രണ്ട് വ്യക്തികൾ, അതായത് ഒരു വ്യക്തിയും അയാളുടെ സഹോദരി ഭർത്താവും ഈ കേസിൽ പ്രതികളായി ജയിലിലാണ്. ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കുന്ന പീതാംബരൻ ശരത് ലാലിൻ്റെ ബന്ധു കൂടിയാണ്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, ഈ കുട്ടികളെയൊക്കെ 19ഉം 24ഉം വയസ്സായ കുട്ടികളെയൊക്കെ ഇവർ ചെറുപ്പകാലം മുതൽ കാണുന്നതല്ലേ? നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവിടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളത് അല്പം മുതിർന്നതിന് ശേഷവും അവർക്ക് നമ്മളോട് ആ ഒരു സ്നേഹവും ഒക്കെ കാണും. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന പാർട്ടിയെ വിമർശിക്കുന്നെങ്കിലും അവർക്ക് സ്വന്തം നാട്ടുകാരനാണല്ലോ, സ്വന്തം കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ പോലെയാണല്ലോ എന്നാണ് അതിൽ പലരും കാണുന്നത്. അതിൽ വളരെ അപൂർവമായിട്ടുള്ളവർ മാത്രമേ ഒരു കമ്മ്യൂണിസ്റ്റ് മൃഗസ്വഭാവം പ്രകടിപ്പിക്കുന്നുള്ളൂ. എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ രണ്ട് ചെറുപ്പക്കാരെ കൊല്ലാൻ, ഈ കുട്ടികളെ കൊല്ലാൻ ഇവർക്ക് കഴിഞ്ഞത്? കാരണം പിച്ച വെച്ച് നടക്കുന്ന പ്രായം മുതൽ ഇവരെ കാണുന്നവരാണ് ഈ പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികൾ. അപ്പോൾ ശരത് ലാലിൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനുഷ്യനെന്നോ ബന്ധങ്ങളെന്നോ ഉണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും ചോദിച്ചിരുന്ന ഒരു ചോദ്യം കൂടിയാണത്. ശരത് ലാലിൻ്റെ പഴയ വീട്ടിലേക്ക് പോകുന്ന വഴിയിലിട്ടാണ് ഇവരെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഞാൻ കാക്കനാട് ജയിലിൽ ഒരു വാർത്ത ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ സഹപ്രവർത്തകനായ സുദർശൻ നമ്പൂതിരിയും കാക്കനാട് ജയിലിൽ കിടക്കുമ്പോൾ അവിടെ പെരിയ ഇരട്ടക്കൊല കേസിലെ 4 പ്രതികളുണ്ട്. അതിൽ ഹരി എന്ന് പറയുന്ന ഒരു പയ്യനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവനൊരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കഴിയുമായിരുന്നില്ല. അവൻ്റെ മുഖഭാവം അത് പറയുന്നില്ല. ഒരാളെ നമുക്കറിയാമല്ലോ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ക്രൂരകൃത്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അയാളുടെ മുഖഭാവത്തിൽ നിന്ന് ഏകദേശം നമുക്കത് വായിച്ചെടുക്കാം. പക്ഷേ ഈ ഹരി വളരെ സാധുവായിട്ടുള്ള ഒരു പയ്യനായിരുന്നു. തടവ് പുള്ളികളെ കാണാൻ വരുന്ന സന്ദർശകരെ തടവുപുള്ളികളെ കൊണ്ട് കാണിക്കുക, തടവുപുള്ളികൾക്ക് പത്രം കൊണ്ട് കൊടുക്കുക, ജയിലിലെ ലൈബ്രറി നോക്കുക, ഇതൊക്കെയാണ് ഹരിയുടെ അവിടുത്തെ ഡ്യൂട്ടി. വളരെ സാധുവായൊരു പയ്യൻ. ഞാൻ അതും ശരത് ലാലിൻ്റെ അച്ഛനോട് ചോദിച്ചു, എന്താണ് ഹരി എന്ന് പറയുന്ന പയ്യനെ ഞാൻ ജയിലിൽ വെച്ച് കണ്ടിരുന്നു, എങ്ങനെയാണ് ഹരി എന്താണ് ഇതിൽപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹരിയും ഇതുപോലെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് ഹരിക്ക് നേരിട്ട് കൊലപാതകത്തിൽ ബന്ധമുണ്ട് എന്ന് അവരാരും പറയുന്നില്ല. ഹരിയും ഗൂഢാലോചനയിലും മറ്റു കാര്യങ്ങളിലൊക്കെ അവർക്ക് ഹരിക്കും പങ്കുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. എത്ര മൃഗീയമാണ് ആ കമ്മ്യൂണിസം. ഇനി ഞാൻ ശരത് ലാലിൻ്റെ അമ്മ, അവർക്ക് സംസാരിക്കാൻ പോലും അസുഖമായിട്ട് കിടപ്പാണ്, പനി വന്നിട്ട് കിടപ്പാണ്. പക്ഷേ അവർ ക്യാമറയ്ക്ക് മുന്നിൽ കുറച്ച് സമയം സംസാരിച്ചു. ഇതിലും ദയനീയമായിട്ടായിരുന്നു കൃപേഷിൻ്റെ വീട്ടിലെ അവസ്ഥ. 2 പെൺകുട്ടികൾക്കിടയിൽ ഒരു മകൻ കൃപേഷ്, 19 വയസ്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കൃപേഷിൻ്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നും. അത്രയ്ക്ക് സാധുവായൊരു മനുഷ്യൻ. ഈ ശരത് ലാലിൻ്റെ അച്ഛനും അങ്ങനെ തന്നെയാണ്. വളരെ സാധുവായൊരു മനുഷ്യനായിരുന്നു കൃഷ്ണൻ എന്ന് പറയുന്ന കൃപേഷിൻ്റെ അച്ഛൻ. അവൻ്റെ അമ്മ ബാലാമണി, അവരും വളരെ
എന്താണ് അവരോട് എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അവരോട് ചോദിച്ചു, ഈ പ്രതികളെ ആരെങ്കിലും നിങ്ങൾ പിന്നീട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പ്രതികളെ ആരെയും കണ്ടിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം ജനങ്ങളുടെ ആക്രമണം ഭയന്ന് ഇവരൊക്കെ 1.5 വർഷത്തോളം വീട് വിട്ടു നിന്നിരുന്നു. പിന്നീട് 1.5 വർഷത്തിന് ശേഷമാണ് ഇവർ ആ ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നത്. പക്ഷെ അങ്ങനെ മടങ്ങി വന്നിട്ട് പോലും ഇവർക്കുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ പാർട്ടി ഒരുക്കി കൊടുത്തിരുന്നു. പണത്തിനു പണം. അതുകൂടാതെ പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും പെട്ടിക്കണക്കിനാണ് ഇവരുടെ വീടുകളിൽ എത്തിക്കുന്നത്. ഇതിൽ പല പ്രതികളുടെയും ഭാര്യമാർക്ക് ജോലി നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇവിടെയാണ് ഈ കമ്മ്യൂണിസം എതിർക്കപ്പെടേണ്ടതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറയുന്നത്. കേരളത്തിൽ നടന്ന പല കൊലപാതകങ്ങളും എടുത്തു നോക്കൂ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ഏതൊരു CPM-കാരൻ കൊല്ലപ്പെടുന്നതിനും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരിക്കും. അതിൻ്റെ പകവീട്ടലോ ചെറുത്തുനിൽപ്പോ ആയിരിക്കും വീണ്ടും ഒരു CPM-കാരൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതുപോലെയാണ് CPM-കാരുടെ ഒരു രാഷ്ട്രീയ കൊലപാതക രീതി. KT ജയകൃഷ്ണൻ മാസ്റ്റർ, ഇവിടെ പല രാഷ്ട്രീയ കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു അധ്യാപകരെ വെട്ടിനുറുക്കി കൊല്ലണമെങ്കിൽ ആ ആഘാതത്തിൽ നിന്ന് ആ കുട്ടികൾക്ക് ഒരിക്കലും മോചനം കിട്ടില്ല എന്നറിയാമായിരുന്നിട്ടും ആ മനുഷ്യനെ കൊല്ലണമെങ്കിൽ അവർ എത്രത്തോളം ക്രൂരന്മാരായിരിക്കണം. TP ചന്ദ്രശേഖരനെ ഇത്തരത്തിൽ വധിച്ചത് അദ്ദേഹം മുതിർന്ന ഒരാളാണ്, പാർട്ടി വിട്ടുപോയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വൈരമുണ്ടാകാം. എങ്കിൽ പോലും TP ചന്ദ്രശേഖരനെ ഇത്രയധികം ക്രൂരമായി കൊലപ്പെടുത്തുന്നതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ കൃപേഷിനെയും ശരത്ലാലിനെയും പോലെയുള്ള ചെറുപ്പക്കാർ എന്താണ് ചെയ്തത്? രമിത്ത് എന്ന് പറയുന്ന ഒരു ABVP പ്രവർത്തകൻ, അതും ഇതുപോലെ തന്നെയായിരുന്നു കൊന്നത്. ആ പയ്യൻ്റെ അച്ഛൻ ഉത്തമനെയും ഇതുപോലെ കൊലപ്പെടുത്തി. മട്ടന്നൂരിലെ ഷുഹൈബിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അവിടെയും ഇതുപോലെയാണ്. ഷുഹൈബിൻ്റെ കാറ് ഷുഹൈബിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇപ്പോഴും കിടപ്പുണ്ട്, ഒരു കറുത്ത സ്വിഫ്റ്റ് കാർ. ഇവിടെ പോയിട്ട് വന്ന് തട്ടുകടയിൽ ഇരിക്കുകയായിരുന്ന ഷുഹൈബിനെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു വാഹനത്തിൽ എത്തി അവിടെ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയ ശേഷം അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. അന്ന് ഈ ഷുഹൈബിനോടൊപ്പം ഉണ്ടായിരുന്ന റിയാസ് എന്ന് പറയുന്ന അയാളുടെ സുഹൃത്തിനും പരിക്കേറ്റു. അപ്പോൾ അത്തരത്തിലാണ് ഈ CPM-കാരുടെ പ്രവർത്തനം. ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കിയെടുക്കുക. പുഷ്പൻ്റെ ഒരു ഒഴിവ് അവിടെ കിടപ്പുണ്ട്. അതിനുവേണ്ടിയാണ് ഈ SFIയിലെ വിവരവും വെള്ളിയാഴ്ചയും ബോധവും മര്യാദയും മാനക്കേടും നാണക്കേടും ഇല്ലാത്ത കുറേ എണ്ണത്തിനെ തള്ളിയിറക്കി പോലീസിൻ്റെ മുന്നിലേക്ക് വിടുന്നത്. എങ്ങനെയെങ്കിലും ഒരെണ്ണം ചത്ത് കിട്ടിയാൽ മതി രക്തസാക്ഷിയായി. പുഷ്പൻ്റെ ഒരു ഒഴിവ് അവിടെ കിടപ്പുണ്ട്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ. ഇനി അടുത്തൊരു പാട്ടുണ്ടാക്കണം. ഒരു രക്തസാക്ഷിയെ കിട്ടിയിട്ട് ഒരുപാട് നാളായി. അതിനുവേണ്ടി അവർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വട്ടവടയിൽ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് നമുക്കറിയാം. പിന്നീട് അഭിമന്യുവിൻ്റെ കൊലയാളികളെ എന്ത് സംരക്ഷിച്ചതും നമുക്കറിയാം. ആ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതെ പോയത് നമുക്കറിയാം. ആ കേസിൽപ്പെട്ട പ്രതിക്ക് കിലയിൽ ജോലി നൽകിയതെന്ന് നമുക്കറിയാം. അഭിമന്യുവിൻ്റെ പേരിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും പാട്ടപ്പിരിവെടുത്തത് നമുക്കറിയാം. അത് എത്ര കിട്ടിയെന്നും അഭിമന്യ കുടുംബത്തിന് എത്ര കൊടുത്തു എന്നുള്ളതിൻ്റെ ഏകദേശ കണക്കും നമുക്കറിയാം. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ രീതി ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, CPM അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്ന പഴകിപ്പിഞ്ചിയ പ്രത്യയശാസ്ത്രം അപകടകരമായിട്ടുള്ള, തീവ്രവാദത്തെക്കാൾ അപകടകരമായിട്ടുള്ള പ്രത്യയശാസ്ത്രം എതിർക്കപ്പെടേണ്ടതാണ്, ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയുന്നതിന് കാരണം